ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും മത്സരിക്കുന്ന ഒരു ആഗോള വേദിയാണ് ഒളിമ്പിക്സ്. ലോകരാഷ്ട്രങ്ങളെല്ലാവരും അവരുടെ ഒളിമ്പിക്സ് വൈദഗ്ധ്യം കാഴ്ചവെക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ്. എന്നിരുന്നാലും ഒളിമ്പിക്സിൽ ഏറ്റവും നന്നായി മത്സരിക്കുന്നത് US, UK പോലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളും കിഴക്കനേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നിവരൊക്കെയാണ്. സൗത്ത് ഏഷ്യയിൽ നിന്ന് നമ്മൾ ഇന്ത്യ ഉൾപ്പെടെ പാകിസ്ഥാനൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും കാര്യമായ നേട്ടങ്ങൾ അവർക്ക് നേടാൻ സാധിക്കാറില്ല. എന്തുകൊണ്ട് അത്തരം രാജ്യങ്ങൾക്ക് ഒളിമ്പിക്സിൽ നന്നായി മത്സരിക്കാൻ പറ്റുന്നില്ല, മെഡലുകൾ വാരിക്കൂട്ടാൻ പറ്റുന്നില്ല എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി വലത്തുവശത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൺ ചെയ്യുക. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ആദ്യം നമുക്ക് കായിക താരങ്ങൾക്ക് ലഭിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കിഴക്കനേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളിലൊക്കെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകോത്തര സൗകര്യങ്ങൾ മുതൽ സമഗ്രമായ അത്ലറ്റ് വികസന പരിപാടികൾ വരെ ഈ രാജ്യങ്ങൾ അവരുടെ നയങ്ങളിൽ സ്പോർട്സിന് മുൻഗണന നൽകിക്കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സൗത്ത് ഏഷ്യയിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലും കഥ വളരെ വ്യത്യസ്തമാണ്. ചരിത്രപരമായി നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. അപര്യാപ്തമായ സൗകര്യം, പ്രൊഫഷണൽ കോച്ചിങ്ങിൻ്റെ അഭാവം, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഇല്ലാത്തതൊക്കെ കാരണത്താൽ പല അത്ലറ്റുകളും അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ റിസോഴ്സസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു വേൾഡ് ക്ലാസ് ലെവലിലുള്ള അത്ലറ്റുകളെ സൃഷ്ടിക്കുക എന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കായിക താരങ്ങളുടെ വിജയത്തിൽ സർക്കാരിൻ്റെ പിന്തുണയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കിഴക്കൻ ഏഷ്യയിൽ കായിക വികസനത്തിനായി അവിടെയുള്ള സർക്കാരുകൾക്ക് ദീർഘകാലത്തേക്കുള്ള തന്ത്രപരമായ പദ്ധതികളൊക്കെയുണ്ട്. അവർ നേരത്തെ തന്നെ താരങ്ങളെ കണ്ടെത്തുകയും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്രതിഭകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതുകൂടാതെ അവരെ നന്നായി പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ചെറുപ്പം മുതലേ തന്നെ താരങ്ങളെ കണ്ടെത്തി അവരെ പരിപോഷിപ്പിക്കുന്ന ഒരു സംഘടിതമായ ഒരു സംവിധാനം തന്നെ ചൈനയിലുണ്ട്. എന്നാൽ ഇന്ത്യയെ പോലുള്ള സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ കഥ വളരെ വ്യത്യസ്തമാണ്. അത്ലറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു പ്ലാനിങ്ങുകളോ കാര്യങ്ങളോ നമുക്ക് കാണാൻ അവിടെ സാധിക്കില്ല. സർക്കാരിൻ്റെ ഒരു പിന്തുണയുടെ അഭാവം തന്നെ നമുക്കവിടെ കാണാം. ഇതുകൂടാതെ സ്പോർട്സ് എന്നത് ഒരു ലാഭകരമായിട്ടുള്ള കരിയർ ഓപ്ഷനായിട്ട് തന്നെ ആരും തന്നെ ചൂസ് ചെയ്യുന്നില്ല. ഇനി മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒളിമ്പിക്സ് പോലെയുള്ള വിശാലമായ സ്പെക്ട്രത്തേക്കാൾ അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഫുട്ബോൾ പോലെയുള്ള കായിക ഇനങ്ങൾക്കാണ്. ഇത്തരം പരിമിതമായ ഇടപെടലുകൾ കാരണം തന്നെ അവിടെ ഒരു നല്ല പ്രതിഭാശാലികളായ അത്ലറ്റുകളെ കണ്ടെത്താനോ അവർക്ക് വളരുവാനോ ഉള്ള സാഹചര്യം തന്നെ അവിടെ കാണുന്നില്ല. അതുപോലെ വളരെയേറെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് സംസ്കാരവും. കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ അച്ചടക്കം, കഠിനാധ്വാനം, ദേശസ്നേഹം എന്നിവയ്ക്കെല്ലാം ശക്തമായ സാംസ്കാരിക പിന്തുണയുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വന്തം രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തി കാണിക്കുവാൻ സ്പോർട്സിലൂടെ സാധിക്കുമെന്നുള്ള കാര്യം അവിടെയുള്ള കായിക താരങ്ങളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത്തരമൊരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ സാംസ്കാരിക പിന്തുണയോ നമുക്ക് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കില്ല. പലപ്പോഴുമായിട്ട് കാണുന്നത് അക്കാദമിക് വിജയങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം പലപ്പോഴും സ്പോർട്സിന് ആരും തന്നെ അവിടെ കൊടുക്കാറില്ല. ഇനി ആരെങ്കിലും തന്നെ സ്പോർട്സ് ഒരു കരിയർ ഓപ്ഷനായി തിരഞ്ഞെടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ പലരും അതിനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല. ഈ പറഞ്ഞ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇത്തരം ഒരു പ്രശ്നം കാണുന്നുണ്ടെങ്കിലും ഈ സാംസ്കാരികമായിട്ടുള്ള ഈ പിന്തുണ ഇല്ലായ്മയും ഈ ഒരു മനോഭാവം അവരിൽ കാണുന്നുണ്ടെങ്കിലും ക്രമേണ മാറി വരുന്നുണ്ട്. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള ഏകദേശം അതുപോലെയുള്ള ഒരു പ്രശ്നം തന്നെയാണ് മിഡിൽ ഈസ്റ്റിലുള്ളവരുടെയും കാര്യം. ഏകദേശം ഏറെക്കുറെ അവിടെയും സമാനമാണ്. സാംസ്കാരികമായിട്ടുള്ള പിന്തുണയില്ലായ്മ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. ഒളിമ്പിക്സിൽ നന്നായി വളരുവാൻ അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് സാമ്പത്തികം. കിഴക്കനേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾക്കെല്ലാം നല്ല സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ അത്തരം രാജ്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഒരുപാട് താരങ്ങളെ എളുപ്പം തന്നെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുമുണ്ട്. സാമ്പത്തികമായി മികച്ച അടിത്തറയുള്ളത് കൊണ്ട് തന്നെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ നന്നായി നിക്ഷേപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു നിക്ഷേപം കാരണം തന്നെ കായിക താരങ്ങൾക്ക് ഒരുപാട് ഗുണം തന്നെ ലഭിക്കുന്നുണ്ട്. ഈ നിക്ഷേപം കാരണം കായിക താരങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നു. അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരങ്ങളിലേക്ക് എളുപ്പത്തിൽ തന്നെ യോഗ്യത നേടി മത്സരിക്കാനും സാധിക്കുന്നു. ഇതുകൂടാതെ നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലകരെ കണ്ടെത്തി അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി നിയമിക്കുവാനും സാധിക്കുന്നുണ്ട്.
എന്നാൽ ഇന്ത്യയെപ്പോലുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ അവരുടെ കായിക നിക്ഷേപം പരിമിതപ്പെടുത്തുന്ന കുറച്ച് സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളൊക്കെ സമ്പന്നമാണെങ്കിലും അവർ സമീപകാലത്ത് മാത്രമാണ് സ്പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതും കുറച്ച് കായിക ഇനങ്ങളിൽ മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അവസാനമായി, ചരിത്രവും രാഷ്ട്രീയവും കായിക വിജയം രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം കാരണം വളരെയധികം തകർച്ചകൾ നേരിട്ട രാജ്യങ്ങളായിരുന്നു ജപ്പാനും സൗത്ത് കൊറിയയും. രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള അവരുടെ യുദ്ധാനന്ത ശ്രമങ്ങളിൽ അവർ സ്പോർട്സിനും പ്രാധാന്യം നൽകിയിരുന്നു. കായിക ഇനങ്ങളിൽ കരുത്ത് കാണിക്കുന്നതിലൂടെ ലോകത്തിന് മുന്നിൽ നമ്മളുടെ ദേശീയ അഭിമാനം ഉയർത്തി കാണിക്കുവാൻ സാധിക്കുമെന്ന് ആ കാലഘട്ടത്തിൽ തന്നെ അവർ മനസ്സിലാക്കി. ആഗോള ശക്തിയായി മാറുന്നതിൻ്റെ ഭാഗമായി ലോകത്തിന് മുന്നിൽ നമ്മുടെ കരുത്തെന്തെന്ന് കാണിക്കുവാൻ വേണ്ടി ചൈനക്കാർ അവരുടെ തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായി സ്പോർട്സും ഉൾപ്പെടുത്തിയിരുന്നു. ഇനി നമ്മൾ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക രാജ്യങ്ങളും ബ്രിട്ടന്റെ കോളനിയായിരുന്നു. അവരുടെ കൊളോണിയൽ ചരിത്രം കാരണം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിലൊക്കെ ശ്രദ്ധ കൊടുത്തപ്പോൾ സ്പോർട്സ് അവർക്ക് ഒരു പ്രയോറിറ്റി ആയിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സ്പോർട്സിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിരുന്നില്ല. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സംഭവിച്ചു കൊണ്ടിരുന്ന രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥ ഒരു പരിധിവരെ അവരുടെ ഒളിമ്പിക്സിലെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായിട്ട് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ചരിത്രപരമായും രാഷ്ട്രീയപരമായും ചില കാരണങ്ങളാൽ ഇത്തരം രാജ്യങ്ങൾ പിറകോട്ട് പോയതായി നമുക്ക് കാണാൻ സാധിക്കും. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, കായിക മേഖലയിലേക്ക് കാര്യമായ നിക്ഷേപങ്ങൾ വരാത്തത്, സർക്കാരിൻ്റെ പിന്തുണയുടെ അഭാവം, സാംസ്കാരികമായ വെല്ലുവിളികൾ, സാമ്പത്തികമായ പരിമിതികൾ എന്നീ കാരണങ്ങളൊക്കെ കൊണ്ടാണ് സൗത്ത് ഏഷ്യൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഒളിമ്പിക്സിൽ കാര്യമായി മുന്നേറാൻ സാധിക്കാത്തത് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി. എല്ലാ രാജ്യങ്ങളും അവരുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ചൈനയെപ്പോലെ, ജപ്പാനെ പോലെ ഇന്ത്യക്കും പാകിസ്ഥാനും സൗദിക്കും ശ്രീലങ്കയ്ക്കുമൊക്കെ ഒളിമ്പിക്സിൽ വളരെയധികം മുന്നേറുവാൻ സാധിക്കും. ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ് സ്പോർട്സ്. ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഭാവിയിൽ ഒരുപാട് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുമൊക്കെ ഒളിമ്പിക്സിൽ കരുത്തു തെളിയിക്കാൻ സാധിക്കും. ഇത് യാഥാർത്ഥ്യമാകുമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഐക്കണായി ലഭിക്കുവാൻ വലത്തുവശത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൺ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.